പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് മെയ് 28 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില കറണ്ട് അഫേഴ്സിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. നോ യുവർ ഡിജിപെൻ, നോ യുവർ പിൻ കോഡ് വെബ് പോർട്ടലുകൾ ലോഞ്ച് ചെയ്തു. വലിയൊരു മാറ്റമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിൽ വന്നിട്ടുള്ളത്. നോ യുവർ ഡിജിപെൻ, നോ യുവർ പിൻ കോഡ്. നാവികസാഗർ പരിക്രമ 2ന്റെ ക്രൂവിനെ സ്വാഗതം ചെയ്യാൻ ഇന്ത്യൻ നാവികസേന ഒരുങ്ങി. 7 കൊടുമുടികൾ കീഴടക്കിയ വിശ്വനാഥ് കാർത്തികേയ പടകന്തി ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഗുൽവീർ സിംഗ് സ്വർണം കരസ്ഥമാക്കി. ഇന്ത്യയുടെ ആദ്യത്തെ സ്വർണമാണ് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ. ഇത്തരത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ലോഞ്ച് ഓഫ് നോ യുവർ ഡിജിപിൻ ആൻഡ് നോ യുവർ പിൻ കോഡ് വെബ് പോർട്ടൽസ്. നോ യുവർ ഡിജിപിൻ, നോ യുവർ പിൻ കോഡ് വെബ് പോർട്ടലുകൾ ലോഞ്ച് ചെയ്തു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒന്നാണ് നോ യുവർ ഡിജിപിൻ. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയവും തപാൽ വകുപ്പ് നോ യുവർ ഡിജിപിൻ, നോ യുവർ പിൻ കോഡ് എന്നിവ ആരംഭിച്ച തീയതി 2025 മെയ് 27. 2025 മെയ് 27, അതായത് ഇന്നലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒന്നാണ് ഡിജിപിൻ. മറ്റൊരു വെബ് പോർട്ടൽ ആണ് നോ യുവർ പിൻ കോഡ് എന്ന ഈ ഒരു പുതിയ 2 പോർട്ടലുകൾ. അതായത് നോ യുവർ ഡിജിപിൻ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് പിൻ കോഡ്, നമ്മുടെ കൃത്യമായിട്ട് നമ്മൾ എവിടെ നിൽക്കുന്നു ആ ഒരു പിൻ കോഡ് ഇനി ജനറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമുക്ക് വയനാട്ടിൽ നടന്നിട്ടുള്ള ഉരുൾപൊട്ടൽ, അതിൽ ഒത്തിരി സ്ഥലങ്ങൾ ഒലിച്ചുപോയി. ആ ഒരു കൃത്യമായിട്ട് ലൊക്കേഷൻ ഇനി മുതൽ ഡിജിപിൻ എന്ന പേരിൽ അറിയപ്പെടാൻ സാധിക്കും. അത് നമുക്ക് എപ്പോഴും ആ ഒരു ലൊക്കേഷനെ കറക്റ്റായിട്ട് പോയിന്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒന്നായിരിക്കുള്ളൂ ഡിജിപിൻ എന്ന ഈ സംവിധാനം വരാൻ പോകുന്നത്. ഇതിന്റെ ലോഞ്ചിങ് ആയിരുന്നു മെയ് 27 തീയതി. ഇന്ത്യയുടെ വിലാ സംവിധാനവും ജിയോസ്പേഷ്യൽ ഗവേണൻസും ആധുനികവൽക്കരിക്കുന്നതിനായി 2 പോർട്ടലുകൾ ആരംഭിച്ചിട്ടുണ്ട്. നോ യുവർ ഡിജിപിൻ, നോ യുവർ പിൻ കോഡ്. നേരത്തെ പറഞ്ഞ മാതിരി കൃത്യമായിട്ടുള്ള ആ ഒരു പോയിന്റ്, നമ്മൾ നിൽക്കുന്ന നമ്മുടെ ഭൂമി ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒന്നാണ് ഡിജിപിൻ എന്ന സംവിധാനം വരാൻ പോകുന്നത്. ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റും മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒന്നാണ്. ഡിജിപിൻ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ, ഡിജിറ്റൽ വിലാസ സംവിധാനം വികസിപ്പിച്ചെടുത്ത 3 സ്ഥാപനങ്ങൾ ഏതാണ്? IIT ഹൈദരാബാദ്, NRSC, ISRO. ഹൈദരാബാദിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, NRSC അതായത് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ, ഒപ്പം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഈ 3 ഓർഗനൈസേഷൻസ് ഒരുമിച്ചാണ് ഡിജിപിൻ, അതായത് ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ, ഡിജിറ്റൽ അഡ്രസ് സിസ്റ്റം അത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. കൃത്യമായ ജിയോ ലൊക്കേഷൻ കണ്ടെത്താൻ തപാൽ വകുപ്പ് ഏത് പരിപാടിയാണ് ആരംഭിച്ചത്? നോ യുവർ ഡിജിപിൻ, നോ യുവർ പിൻ കോഡ്. തപാൽ വകുപ്പാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഡിജിപിൻ ആരംഭിച്ചിട്ടുള്ളത്. അതായത് ഇനി മുതൽ ആ അഡ്രസ്സിന് പകരം ഡിജിപിൻ എന്ന ലെവലിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഡിജിപിൻ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ആ വ്യക്തിയുടെ ലൊക്കേഷൻ ഏതാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അഡ്രസ്സ് ഏതാണെന്ന് വ്യക്തമായിട്ട് അറിയാൻ സാധിച്ചില്ലെങ്കിലും ഡിജിപിൻ എന്ന ആ ഒരു സംവിധാനത്തോടു കൂടി ഇനിയിപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ അറിയാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒന്നാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് നോ യുവർ ഡിജിപിൻ, അതുപോലെ തന്നെ നോ യുവർ പിൻ കോഡ് ആരംഭിച്ചിട്ടുള്ളത്. തപാൽ വകുപ്പ് പിൻ കോഡ് സംവിധാനം അവതരിപ്പിച്ച വർഷം ഏതാണ്? 1972. 1972 ഇന്ത്യയിൽ പിൻ കോഡ് എന്ന സംവിധാനം വന്നിട്ടുള്ളത്, പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. ഇന്നിപ്പോൾ അടുത്തൊരു മാറ്റമാണ് ഡിജിപിൻ, അതായത് ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ആണ് വരാൻ പോകുന്നത്. ഇത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് IIT ഹൈദരാബാദ്, NRSC നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ, കൂടാതെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യൻ നേവി ഈസ് ഓൾ സെറ്റ് ടു വെൽക്കം ദി ക്രൂ ഓഫ് നാവികസാഗർ പരിക്രമ 2. നാവികസാഗർ പരിക്രമ 2ലെ ക്രൂവിനെ സ്വാഗതം ചെയ്യാൻ ഇന്ത്യൻ നാവികസേന ഒരുങ്ങി. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കറണ്ട് അഫേഴ്സിലും അതുപോലെ തന്നെ പത്രങ്ങളിലും വരുന്ന ഒന്നാണ് നാവികസേനയുടെ പരിക്രമ 2 എന്ന് പറയുന്ന ഈ ഒരു മിഷൻ. ഇതിൻ്റെ അവസാന ഘട്ടം എത്തിയിരിക്കുകയാണ്. നാളെയാണ് അതിൻ്റെ അവസാനത്തെ ഘട്ടം. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നാവികസാഗർ പരിക്രമ 2ന്റെ വിജയകരമായ സംഘത്തെ സ്വാഗതം ചെയ്യാൻ ഇന്ത്യൻ നാവികസേന ഏത് തീയതിയിലാണ് ഒരുങ്ങുന്നത്? 2025 മെയ് 29.
നാളെ മെയ് 29 സാഗർ പരിക്രമ 2 ഇതിൻ്റെ വിജയകരമായിട്ടുള്ള ആ ഒരു മിഷൻ അവസാനിക്കുകയാണ്. ഇതിനുവേണ്ടി ഇന്ത്യൻ നേവി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ നേവിയുടെ ഒരു മിഷൻ ആയിരുന്നു നാവികസാഗർ പരിക്രമ 2. നാവികസാഗർ പരിക്രമ 2വിൻ്റെ വിജയകരമായ സംഘത്തെ സ്വാഗതം ചെയ്യുന്നതിനുള്ള ഫ്ലാഗ് ഇൻ ചടങ്ങിൽ ആരാണ് അധ്യക്ഷത വഹിക്കുക? രക്ഷാമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ രാജ്നാഥ് സിംഗ് പങ്കെടുക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് നാവികസാഗർ പരിക്രമ 2വിൻ്റെ ഫ്ലാഗ് ഇൻ. ഫ്ലാഗ് ഇൻ എന്ന് പറയുമ്പോൾ ആ കപ്പലിൻ്റെ അവസാന ഘട്ടത്തെ തിരിച്ചു വരുമ്പോൾ ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാമിനാണ് ഫ്ലാഗ് ഇൻ പറയുന്നത്. ഫ്ലാഗ് ഓഫ് എന്ന് പറയുമ്പോൾ ആ ഒരു പരീക്ഷണത്തിന് വേണ്ടി മിഷന് പുറപ്പെടുമ്പോൾ പറയുന്ന ഒന്നാണ് ഫ്ലാഗ് ഓഫ്. നാളെ ഫ്ലാഗ് ഇൻ ആണ് നാവികസാഗർ പരിക്രമ 2വിൻ്റെ. ഭൂഗോളത്തെ ചുറ്റി സഞ്ചരിക്കുന്ന നാവികസാഗർ പരിക്രമ 2വിൽ പങ്കെടുത്ത സംഘത്തിൻ്റെ പേര് ലെഫ്റ്റനന്റ് കമാൻഡർ രൂപ എ, ലെഫ്റ്റനന്റ് കമാൻഡർ ദിൽന. സർക്കം നാവിഗേഷൻ ഓഫ് ദി ഗ്ലോബ്, അതായത് ഭൂഗോളത്തെ ചുറ്റി സഞ്ചരിക്കുക എന്ന ആ ഒരു മിഷൻ ഏതാണ്ട് 50,000 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചിട്ടുള്ളത്. 50,000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുള്ള ഭൂഗോളത്തെ ചുറ്റി സഞ്ചരിച്ചിട്ടുള്ള ഈ ഒരു ഇന്ത്യൻ നേവിയുടെ ക്രൂസ് ആണ് ലെഫ്റ്റനന്റ് കമാൻഡർ രൂപ എ, ലെഫ്റ്റനന്റ് കമാൻഡർ ദിൽന. ഈ രണ്ട് പെൺകുട്ടികളാണ് ഇന്ത്യൻ നേവിയുടെ, അതായത് ആർമിയിൽ ഈക്വൽ റാങ്ക് എന്ന് പറയുമ്പോൾ ലെഫ്റ്റനന്റ് കമാൻഡറിൻ്റെ മേജർ എന്ന് പറയുന്നു. ഇന്ത്യൻ എയർഫോഴ്സിൽ ആണെങ്കിൽ സ്ക്വാഡ്രൺ ലീഡർ എന്ന് പറയുന്ന ലെഫ്റ്റനന്റ് കമാൻഡർ രൂപ എ, ഒപ്പം തന്നെ ലെഫ്റ്റനന്റ് കമാൻഡർ ദിൽന എ എന്നിവർ ആയിരുന്നു നാവികസാഗർ പരിക്രമ 2വിലെ ഈ രണ്ട് ക്രൂസ്. ഭൂഗോളത്തെ ചുറ്റി സഞ്ചരിക്കുന്ന നാവികസാഗർ പരിക്രമന്റെ ലെഫ്റ്റനന്റ് കമാൻഡർ രൂപ എ, ലെഫ്റ്റനന്റ് കമാൻഡർ ദിൽന എന്നിവർ ഏത് കപ്പലാണ് ഉപയോഗിച്ചത്? ഇന്ത്യൻ നാവിക സെയിലിംഗ് വെസൽ തരണി. തരണി എന്ന ചെറിയൊരു കപ്പൽ, ഏതാണ്ട് ബോട്ട് എന്ന് പറയാൻ പറ്റും, അത്തരത്തിലുള്ള ഒരു കപ്പലാണ് ഇന്ത്യൻ നേവിയുടെ വനിതാ ഓഫീസേഴ്സ് ആയിട്ടുള്ള ലെഫ്റ്റനന്റ് കമാൻഡർ രൂപ എയും ലെഫ്റ്റനന്റ് കമാൻഡർ ദിൽന എ. ഇവർ ആ ഒരു ഏതാണ്ട് 50,000 കിലോമീറ്റർ ലോകം തന്നെ ചുറ്റി സഞ്ചരിച്ച് അത് തിരിച്ച് നാളെ ഗോവയിലേക്ക് എത്തുകയാണ്. ഇതിൻ്റെ തന്നെ ഫ്ലാഗ് ഇൻ സെറമണിയിലേക്ക് അധ്യക്ഷത വഹിക്കാൻ പോകുന്ന വ്യക്തിയാണ് ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ്. ലെഫ്റ്റനന്റ് കമാൻഡർ രൂപ എ, ലെഫ്റ്റനന്റ് കമാൻഡർ ദിൽന എന്നിവർ ഭൂഗോളത്തെ ചുറ്റി സഞ്ചരിക്കാനുള്ള ദൗത്യം ആരംഭിച്ച തീയതി ഏത്? 2024 ഒക്ടോബർ 2. കഴിഞ്ഞ വർഷം ഗാന്ധി ജയന്തി. ഈ ദിവസമാണ് ഈ രണ്ട് ഓഫീസേഴ്സ് സർക്കം നാവിഗേഷൻ ഓഫ് ദി ഗ്ലോബ്, അതായത് ഭൂഗോളത്തെ ചുറ്റി സഞ്ചരിക്കാനുള്ള ആ ഒരു മിഷൻ ആരംഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അവസാനം നാളെയാണ് 29 മെയ് നാവികസാഗർ പരിക്രമ 2, അതായത് ഈ മിഷന്റെ പേര് നൽകിയിട്ടുള്ളത് നാവികസാഗർ പരിക്രമ 2 എന്നതാണ്. ഈ ഒരു മിഷൻ ആണ് ഇപ്പോൾ നാളെ അവസാനിക്കാൻ പോകുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് വിശ്വനാഥ് കാർത്തികേയ പടകന്തി സ്കെയിൽസ് ദി 7 സമിറ്റ് ചലഞ്ച്. 7 സമിറ്റ്സ് വെല്ലുവിളിയിൽ വിശ്വനാഥ് കാർത്തികേയ പടകന്തി. ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ട് ഇന്ത്യയിലെ വ്യക്തിയാണ് വിശ്വനാഥ് കാർത്തികേയ പടകന്തി. 7 കൊടുമുടികൾ ആണ് കീഴടക്കിയിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 16 വയസ്സുള്ളപ്പോൾ എല്ലാ ഭൂഖണ്ഡങ്ങളിലുമായി 7 കൊടുമുടികൾ പൂർത്തിയാക്കിയ ഹൈദരാബാദിൽ നിന്നുള്ള ആൺകുട്ടിയുടെ പേര് വിശ്വനാഥ് കാർത്തികേയ പടകന്തി. 16 വയസ്സ്, ഈ ഒരു പ്രായമായപ്പോഴേക്കും തന്നെ 7 കൊടുമുടി, ലോകത്തിന് പറയുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള 7 പീക്സ് ഇത് കീഴടക്കിയിട്ടുള്ള വ്യക്തിയാണ് ഹൈദരാബാദ് സ്വദേശിയായിട്ടുള്ള വിശ്വനാഥ് കാർത്തികേയ പടകന്തി. എല്ലാ ഭൂഖണ്ഡങ്ങളുമായി 7 കൊടുമുടികൾ പൂർത്തിയാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനും ലോകത്തിലെ 2ാമത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആരാണ്? വിശ്വനാഥ് കാർത്തികേയ പടകന്തി. 16 വയസ്സുള്ള വിശ്വനാഥ് കാർത്തികേയ ആണ് ഇന്ന് ലോകത്തിന് പറയുമ്പോൾ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള 2ാമത്തെ വ്യക്തിയും ഇന്ത്യയിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയും. ഈ 7 സമിറ്റ് 7 കൊടുമുടികൾ കീഴടക്കിയിട്ടുള്ള വ്യക്തി. 17 വയസ്സുള്ളപ്പോൾ 7 സമിറ്റ്സ് വെല്ലുവിളി പൂർത്തിയാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആരാണ്? കാമ്യ കാർത്തികേയൻ. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മൾ ഇത് വായിച്ചിരുന്നു, കറണ്ട് അഫയേഴ്സിലും വന്നിട്ടുള്ള ഒന്നായിരുന്നു. 17 വയസ്സുള്ള കാമ കാർത്തികേയൻ ആണ് യങ്ങസ്റ്റ് വുമൻ ഈ 7 സമിറ്റ് പൂർത്തിയാക്കിയിട്ടുള്ളത്. മുംബൈ സ്വദേശിയായിട്ടുള്ള നേവൽ ഓഫീസറിൻ്റെ മകൾ ആയിട്ടുള്ള കാമ്യ കാർത്തികേയൻ ആണ് 7 കൊടുമുടികൾ അറ്റ് ദ ഏജ് ഓഫ് 17 അത് പൂർത്തിയാക്കിയിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഗുൽവീർ സിംഗ് വിൻസ് ഗോൾഡ്. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഗുൽവീർ സിംഗ് സ്വർണം കരസ്ഥമാക്കി. ഇന്നിപ്പോൾ ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇന്ത്യക്ക് ആദ്യത്തെ സ്വർണം ലഭിച്ചു. ഗുൽവീർ സിംഗ് ആണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം.
2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ സ്വർണം ജേതാവ് ആരാണ്? ഗുൽവീർ സിംഗ്. ഗുൽവീർ സിംഗ് ആണിപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തി ഇന്ത്യക്ക് സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ള ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തി. 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ആദ്യ സ്വർണം നേടിയത് ഏത് ഇനത്തിലാണ്? പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടം. ഗുൽവീർ സിംഗിന്റെ ഇനം ആണ് 10,000 മീറ്റർ റേസ്. ഈ ഒരു 10,000 മീറ്റർ ഈവന്റിലാണ് ഗുൽവീർ സിംഗ് ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. നാഷണൽ റെക്കോർഡ് ബ്രേക്കർ ആണ് ഗുൽവീർ സിംഗ്. ഈ പ്രാവശ്യം ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലാണ് 10,000 മീറ്ററിൽ ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് നേടിയിട്ടുള്ളത്. 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന ദിവസം 20 കിലോമീറ്റർ ഓട്ട നടത്തത്തിൽ വെങ്കലം നേടിയ ഇന്ത്യയിൽ നിന്നുള്ളയാൾ ആരാണ്? സെർവിൻ സെബാസ്റ്റ്യൻ. ഇന്ത്യക്ക് വേണ്ടി സെർവിൻ സെബാസ്റ്റ്യൻ ആണ് ദ ഫസ്റ്റ് ഡേ 20 കിലോമീറ്റർ വോക്ക് റേസിൽ, അതായത് ഓട്ട നടത്തത്തിൽ വെങ്കലം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇതും ഇന്ത്യയുടെ തുടക്കം എന്ന് പറയാൻ പറ്റും. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ദ ഫസ്റ്റ് ഗോൾഡ് നേടിയിട്ടുള്ളത് ഗുൽവീർ സിംഗ് ആണെങ്കിൽ 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ആദ്യത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഗുമി, ദക്ഷിണ കൊറിയ. ദക്ഷിണ കൊറിയയിലെ ഗുമി എന്ന സ്ഥലത്താണ് 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് മഹീന്ദ്ര ഗുർജാർ ക്രിയേറ്റ്സ് എ ന്യൂ വേൾഡ് റെക്കോർഡ് ഇൻ മെൻസ് ജാവലിൻ ത്രോ. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ മഹീന്ദ്ര ഗുർജാർ പുതിയ ലോക റെക്കോർഡ് സൃഷ്ടിച്ചു. ഇതും ഇന്ത്യക്ക് തന്നെ പറയുന്ന ഒരു അഭിമാനകരമായിട്ടുള്ള ഒന്നാണ്. അതായത് മെൻസ് ജാവലിൻ ത്രോയിൽ പുരുഷന്മാരുടെ ഇനത്തിൽ മഹീന്ദ്ര ഗുർജാർ വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചു. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പുരുഷന്മാരുടെ F42 ജാവലിൻ ത്രോയിൽ 61.17 മീറ്റർ ദൂരം എറിഞ്ഞ് ഇന്ത്യയിൽ നിന്നുള്ളയാൾ ആരാണ് പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ചത്? മഹീന്ദ്ര ഗുർജാർ. മഹീന്ദ്ര ഗുർജാർ ആണ് 61.17 മീറ്റർ എറിഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി, അതുപോലെ തന്നെ ലോകത്ത് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുള്ളത് 61.17 മീറ്റർ ആണ്. F42 എന്ന കാറ്റഗറിയിലാണ് മഹീന്ദ്ര ഗുർജാർ ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാരാ ഗെയിംസ് ആണ്, അതിലാണ് F42 എന്ന ഈ ഒരു കാറ്റഗറിയിൽ മഹീന്ദ്ര ഗുർജാർ റെക്കോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് 61.17 മീറ്റർ. F42 എന്ന് പറയുമ്പോൾ ആ ഒരു കാറ്റഗറി, അതായത് ഒരു കാലിന് അല്പം നീളം കുറവ്, അങ്ങനെ വരുന്ന വ്യക്തികളാണ് F42 എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ പാരാ ഗെയിംസിൽ പങ്കെടുക്കുന്നത്. ഇതിലാണ് മഹീന്ദ്ര ഗുർജാർ ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ഏത് മത്സരത്തിലാണ് മഹീന്ദ്ര ഗുർജാർ ബ്രസീലിന്റെ റോബർട്ടോ ഫ്ലോറിയാനി എഡനിൽസിന്റെ 59.19 മീറ്റർ ലോക റെക്കോർഡ് തകർത്തത്? സ്വിറ്റ്സർലാൻഡിലെ നോട്ടിൽ വേൾഡ് പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സിൽ. സ്വിറ്റ്സർലാൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അത്ലറ്റിക് ഈവന്റ് ആണ് നോട്ട്വിൽ വേൾഡ് പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രി. ഇതിലാണ് 59.19 മീറ്ററിന്റെ ബ്രസീലിന്റെ റോബർട്ടോ ഫ്ലോറിയാനി എഡനിൽസിന്റെ ആ ഒരു റെക്കോർഡ് 61.17 മീറ്റർ എറിഞ്ഞുകൊണ്ട് മഹീന്ദ്ര ഗുർജാർ നേടിയിട്ടുള്ളത്. ഇന്ത്യയിലെ ജാവലിനിലെ പ്രമുഖ വ്യക്തിയാണ് നീരജ് ചോപ്ര. നീരജ് ചോപ്ര ഈ അടുത്താണ് 90 മീറ്റർ കവിഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തി എന്ന രീതിയിലുള്ള റെക്കോർഡ് തകർത്തിട്ടുള്ളത്. എന്നാൽ പാരാ ഗെയിംസിൽ ആണെങ്കിൽ ഇപ്പോൾ മഹീന്ദ്ര ഗുർജാർ ആണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്. UN ഡിക്ലെയർസ് 25th May ആസ് വേൾഡ് ഫുട്ബോൾ ഡേ. മെയ് 25 ലോക ഫുട്ബോൾ ദിനമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചു. വേൾഡ് ഫുട്ബോൾ ഡേ ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസം 25 Mayക്ക് UN പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ദിവസമാണ് വേൾഡ് ഫുട്ബോൾ ഡേ. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലോക ഫുട്ബോൾ ദിനം ആഘോഷിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഏത് തീയതിയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്? May 25. എല്ലാ വർഷവും May 25, അതായത് കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് വേൾഡ് ഫുട്ബോൾ ഡേ ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻ ഈ ഒരു ദിനം ഒഫീഷ്യലി പ്രഖ്യാപിച്ചു, അതായത് May 25 വേൾഡ് ഫുട്ബോൾ ഡേ ആയിട്ട്. ലോക ഫുട്ബോൾ ദിനാചരണത്തിന് കാരണമായ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് എവിടെയാണ് നടന്നത്? 1924 പാരീസ് ഒളിമ്പിക്സ് ഗെയിംസ്. ആദ്യത്തെ ഒരു ഇന്റർനാഷണൽ മത്സരം നടന്നിട്ടുള്ളത് 1924, അത് പാരീസ് ഒളിമ്പിക്സിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ 100ാം വാർഷികം അനുബന്ധപ്പെട്ടാണ് 2024 May 25 വേൾഡ് ഫുട്ബോൾ ഡേ ആയിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി May 25 വേൾഡ് ഫുട്ബോൾ ഡേ ആയിട്ട് അംഗീകരിച്ചു.
നമ്മളിന്ന് 21 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കറണ്ട് അഫേഴ്സും അതുമായി ബന്ധപ്പെട്ട ജനറൽ നോളജ് ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജേഡിസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.